കൂട് പിരിക്കലാണ്. എനിക്കൊരു കൂടാണ് തേനീച്ചക്കൂട് ഉള്ളത്. അതിന് ഞാൻ രണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം ഇതിനൊരു എംറ്റി റാക്ക് എടുത്ത് അതിലിടുന്നു. പിന്നെ ഈ ഒറിജിനൽ കൂടിൽ നിന്നും 3 തേനീച്ചകളുള്ള മുട്ടയും തേനീച്ചയൊക്കെയുള്ള 3 അടകൾ എടുത്തിരുന്നു. വീണ്ടും 2 എംറ്റി റാക്ക് വീണ്ടും എടുത്തിരുന്നു. അതുപോലെ ഈ ഒറിജിനൽ സാധനത്തിലും ഏറ്റവും ലെഫ്റ്റ് സൈഡിലൊരു എംറ്റി റാക്ക്, പിന്നെ 4 അട അതിനകത്തുണ്ട്. ഒരെണ്ണത്തിനകത്ത് ഒരു കോളനിക്കകത്ത് 6 സ്റ്റാൻഡാണ് നമ്മൾ ഇടുന്നത്. രണ്ടിലും 6 വീതമായ ശേഷം ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 മീറ്റർ ഇപ്പുറത്തേക്കും 1 മീറ്റർ അപ്പുറത്തേക്കും തള്ളി പുതിയ അടകൾ പുതിയ കോളനി നമ്മൾ സെറ്റാക്കുന്നു. ആ സ്ഥാനത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഒറ്റ കൂടിനകത്ത് കയറും. അതുകൊണ്ട് 1 മീറ്റർ അപ്പുറത്തേക്കും 1 മീറ്റർ ഇപ്പുറത്തേക്കുമായിട്ട് നമ്മൾ ഈ റാക്കുകൾ കോളനി സെറ്റ് ചെയ്ത് രണ്ടിലടുത്തായിട്ട് വെക്കും. എന്നിട്ട് 2 ദിവസം, 2 അല്ല, ഒരു 9 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ റാണിയുള്ള കൂടിനകത്ത് പുതിയ അടകൾ കെട്ടിത്തുടങ്ങും. ഈ എംറ്റി റാക്കിലെല്ലാം പുതിയ അടകൾ കെട്ടാൻ തുടങ്ങും. മറ്റേ റാണി ഇല്ലാത്തതിനകത്ത് അവർ ഈ കാണുന്നതെല്ലാം മുട്ടയാണ്, കണ്ടല്ലോ, ആ കാണുന്ന വെള്ള എല്ലാം മുട്ടയാണ്. അപ്പം ഈ തേനീച്ചകൾ അതിൽ നിന്നൊരു 3-4 മുട്ടകളെ റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അവരുടെ ഫുഡ്. അത് റാണി തേനീച്ചയ്ക്ക് മാത്രം കൊടുക്കുന്ന സാധനമാണ്. അത് കുറേ മുട്ടകൾ, ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്ത് അതിന് മാത്രം ഫീഡ് ചെയ്ത് അവർ ഈ കാണുന്ന മുട്ട പോലെയല്ല, വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള മുട്ടകളുണ്ട്. അതിലൊരു 2 എണ്ണം നമ്മൾ ചെയ്തിട്ട് അവരെ വളർത്തി റാണിയാക്കുമ്പോൾ അത് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 കോളനിയാക്കി സെറ്റാക്കാൻ പോവാണ്. കണ്ടല്ലോ.